ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. പുൽവാമയിൽ നടന്ന ഭീകരവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം വ്യത്യസ്ത പത്രങ്ങൾ പിറ്റേ ദിവസം വ്യത്യസ്ത രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എങ്കിൽ അതേ സംബന്ധിച്ച് സൈന്യത്തിൻ്റെ ഒരു നിരീക്ഷണം, ഉറപ്പുള്ള നിരീക്ഷണം വന്നിരിക്കുന്നു. 39 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. 39 സൈനികരാണ് ആ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ ആദ്യ ദിവസം അത് 37 എന്ന് റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിൻ്റെ വാർത്തയാണ് കുറെ കൂടി വസ്തുതാപരമായി നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കാര്യത്തിൽ സൈനിക നീക്കവുമായി ബന്ധിപ്പിച്ച് ധാരാളം വാർത്തകൾ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പുൽവാമയെ മുൻനിർത്തി ലോകാന്തര വാർത്തകളാണ് ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്നത്. പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് പുൽവാമയിലെ ആ ഭീകരവാദ ആക്രമണത്തിൻ്റെ പിന്നിൽ വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്നാണ്. സുരക്ഷാ വീഴ്ച സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലൊരു ആക്രമണത്തിനുള്ള സാധ്യത അവിടെ സംഭവിക്കുമായിരുന്നില്ല എന്ന് പറയുന്ന വാർത്തകൾ ഇന്ന് പത്രലോകം നമുക്ക് തരുന്നു. 78 ബസ്സുകളിലായി 2500 പട്ടാളക്കാരെയാണ് ക്യാമ്പിൽ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റിയത്. ഇത്തരം മാറ്റങ്ങൾ വളരെ ശ്രദ്ധാപൂർവമാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ 1000 പട്ടാളക്കാരിലധികം ഒരു തവണ മാറ്റാൻ ശ്രമിക്കാറില്ല. ഇത്തരം സംഭവഗതികൾ വന്നാൽ കൂട്ടക്കുരുതികൾ ഒഴിവാക്കാൻ 1000-ലധികം പട്ടാളക്കാരെ മാറ്റുന്ന രീതി ഉണ്ടായിരുന്നില്ല. ഇത്തവണ 2500 പേരെയാണ് ഒറ്റയടിക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ജമ്മു കാശ്മീർ റോഡ് അതീവ സുരക്ഷാ റോഡാണ്. ലോകസമക്ഷം അതീവ സുരക്ഷാ റോഡ്, അങ്ങേയറ്റം റിസ്ക്കുള്ള യാത്രയാണ്. അതിനാൽ CRPF അല്ലെങ്കിൽ സൈനികരെയോ അർദ്ധ സൈനികരെയോ എയർലിഫ്റ്റ് ചെയ്യുന്ന രീതിയാണുള്ളത്. ആകാശമാർഗമാണ് കൊണ്ടുപോകുന്നത്. സൈന്യത്തിനാകട്ടെ സ്വന്തം വിമാനമുണ്ട് താനും. എന്നാൽ ഇത്തവണ റോഡ് മാർഗം തന്നെയാണ് കൊണ്ടുപോയത്. 1000 അല്ല 2500 പേരെ ഒറ്റയടിക്ക് കൊണ്ടുപോയിരിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ത് എന്ന് തിരിച്ചറിയില്ല എന്ന് മാത്രമല്ല, ഈ തരത്തിൽ സൈനികരെ മാറ്റുന്നതുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന സുരക്ഷാ രീതികൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏറ്റവും കുറഞ്ഞത് ഇത്തരത്തിലൊരു ആക്രമണം സംഘടിപ്പിക്കണമെങ്കിൽ ആക്രമണകാരികൾക്ക് 3 ആഴ്ചത്തെ പരിശീലനമെങ്കിലും വേണം. ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്തു നോക്കി ഫലപ്രദമാണെന്ന ട്രയൽ ആൻഡ് എറർ ആ നിലയ്ക്ക് ചെയ്തതിന് ശേഷമാണ് ആക്രമണം നടത്തുന്നത് എങ്കിൽ അതിന് ഏറ്റവും കുറവ് 3 ആഴ്ചത്തെ സാവകാശം അവർക്ക് ലഭിച്ചിരിക്കണം. ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ ഇടയ്ക്ക് അത് തിരിച്ചറിയാൻ ഇൻ്റലിജൻസിന് കഴിയാതെ വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഈ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ നേരെ വലിയ അളവോളം സ്ഫോടക വസ്തുക്കളുമായി എത്തിച്ചേർന്ന കാറുണ്ടല്ലോ, മാരുതി ഇക്കോ കാർ. ആ കാറ് ഒരു പോക്കറ്റ് റോഡിൽ 4 മണിക്കൂറോളം നേരം കാത്തു നിന്നതിന് ശേഷമാണ് ആ നിലയ്ക്ക് പട്ടാളക്കാർ എത്തിച്ചേർന്നത് എന്നും വാർത്ത വരുന്നു. അതായത് ഇതിനിടയിൽ ഈ സൈഡ് റോഡിലോ പോക്കറ്റ് റോഡിലോ നിൽക്കുന്ന വാഹനങ്ങൾ റോഡിൽ കയറാതിരിക്കാൻ ശ്രദ്ധ വച്ചതിന് ശേഷം, അങ്ങനെ എല്ലാവരെയും മാറ്റിയതിന് ശേഷമാണ് പട്ടാളക്കാരുടെ വണ്ടികൾ കടന്നു പോവുക. അങ്ങനെ മാറ്റാനുള്ള ശ്രമം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയും ഗൗരവതരമായ പാളിച്ച ഉണ്ടായിരിക്കുന്നു. ആ ഗൗരവതരമായ പാളിച്ചകളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഇന്ന് മലയാള മനോരമയുടെ 1-ാം പേജ് തരുന്ന വാർത്ത. ഹെലികോപ്റ്റർ നൽകിയില്ല, മന്ത്രാലയ രേഖ പുറത്ത്. സേനാ നീക്കത്തിന് ഹെലികോപ്റ്റർ തേടിയത് BSF, ആരോപണം നിഷേധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സേനാംഗങ്ങളെ കൊണ്ടുപോകാൻ കാശ്മീരിൽ ഹെലികോപ്റ്റർ ലഭ്യമാക്കണമെന്ന BSFന്റെ ആവശ്യം
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുവദിച്ചില്ല എന്ന് രേഖ പുറത്ത്. അതിശൈത്യമുള്ള മാസങ്ങളിൽ റോഡ് മാർഗമുള്ള സേനാ നീക്കം ദുഷ്കരമായതിനാൽ Mi-17 ഹെലികോപ്റ്ററുകൾ 2 മാസത്തേക്ക് വേണമെന്നായിരുന്നു BSFന്റെ ആവശ്യം. എന്നാൽ ഇത് അനുവദിക്കാനാവില്ലെന്ന് മന്ത്രാലയം മറുപടി നൽകി. അത്യാവശ്യ സേനാ നീക്കത്തിന് വ്യോമസേനയെ സമീപിക്കാനും ആവശ്യപ്പെട്ടു. പുൽവാമയിൽ റോഡ് മാർഗം നീങ്ങിയ CRPF ജവാന്മാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നടപടിക്ക് നേരെ വിമർശനമുണ്ടായിരിക്കുന്നു. വ്യോമസേനയുടെയോ അല്ലെങ്കിൽ സൈന്യത്തിന് തന്നെ വിമാനങ്ങളുണ്ട്. ആ വിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നേനെ എന്ന നിലയ്ക്കുള്ള വാർത്തയാണ് വരുന്നത്. സൈന്യത്തിൻ്റെ ഈ വിമാനങ്ങൾ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉപയോഗിക്കുമ്പോൾ സൈന്യങ്ങൾക്ക് അത് ലഭിക്കാതെ പോകുന്നു എന്ന നിലയ്ക്കുമുള്ള വാർത്തകൾ നമുക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ വിഭാഗമാണ് ഈ ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ ആർക്കും ഇപ്പോൾ സംശയമില്ല. ആ വിഭാഗം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ സൈന്യം എന്നാണ് അർത്ഥം. മുഹമ്മദ് എന്ന് പറയുമ്പോൾ പ്രോഫറ്റ് മുഹമ്മദ് തന്നെയാണ്. അപ്പം ഇത്തരമൊരു അവസ്ഥയിൽ അത് കാശ്മീരിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. ഈ ചാവേർ ആക്രമണത്തിൽ പങ്കെടുത്തതാകട്ടെ ഒരു കാശ്മീരുകാരനുമാണ്. അവിടെ പാകിസ്ഥാന്റെ പങ്ക് എന്ത്? പാകിസ്ഥാൻ ആവർത്തിച്ച് പറയുന്നത് തെളിവ് കൊണ്ടുവന്നാൽ ഞങ്ങൾ അന്വേഷിക്കാമെന്നാണ്. ഭീകരമായ ബോംബെ ആക്രമണ രംഗത്തും ഇത് തന്നെയാണ് പാകിസ്ഥാൻ പറഞ്ഞത്. തെളിവ് തരൂ, ഞങ്ങൾ അന്വേഷിക്കാം. തെളിവില്ലാതെ ആരോപിക്കുന്നത് അർത്ഥശൂന്യമായ ആരോപണം മാത്രമാണ്. ആ കാര്യത്തിൽ പാക് പങ്കിന് തെളിവ്, അതാണ് മനോരമ തരുന്ന ലീഡ് വാർത്ത. ജെയ്ഷെ തലവൻ മസൂദ് അസർ പാക് സൈന്യത്തിന്റെ സംരക്ഷണത്തിൽ ആശുപത്രിയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിൽ നിന്ന് നമുക്ക് പൊതുവിൽ ലഭിച്ച ഒരു വോയിസ് റെക്കോർഡ്, അതാണ് തെളിവായി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. മിഥുൻ M. കുര്യാക്കോസ് ആ വാർത്ത ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ പത്രങ്ങളും പാക് പങ്കിന്റെ തെളിവ് എന്ന വാർത്ത നമുക്ക് തന്നിട്ടുണ്ട്. പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ കരസേനയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ നിരത്തി ഇന്ത്യ. ഭീകരർക്കായി കാശ്മീരിൽ വ്യാപക തിരച്ചിൽ ആരംഭിച്ച സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ജെയ്ഷ അനുകൂലികളായി 23 പ്രാദേശികരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിന് പാക് സേനയുമായുള്ള അടുപ്പം ചൂണ്ടിക്കാട്ടി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ നീക്കങ്ങൾ ഊർജിതമാക്കി. പാക് പങ്ക് ഗൾഫ് രാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഇന്ത്യ മ്യൂണിക്കിൽ ചേർന്ന സുരക്ഷാ ഉച്ചകോടിയിൽ US, ജർമ്മനി, റഷ്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ വിഷയം ഉന്നയിക്കുകയും ചെയ്തു. പാക് സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ അസർ ആക്രമണത്തിന് ചരടുവലി നടത്തി. ആക്രമണാഹ്വാനമുള്ള മസൂദിന്റെ ഓഡിയോ ക്ലിപ്പ് കാശ്മീരിൽ പ്രചരിച്ചിരുന്നു. ആക്രമണത്തിന് അന്തിമ നിർദ്ദേശം പോയതും ഈ ആശുപത്രിയിൽ നിന്ന് തന്നെ. അസറിന്റെ താവളം റാവൽപിണ്ടിയിൽ പാക് സേനാ ആസ്ഥാനത്തിന് സമീപം. ചാവേറായ ആദിൽ അഹമ്മദിന് പരിശീലനം നൽകിയത് അസറിന്റെ അനന്തരവനായ അബ്ദുൾ റഷീദ് ഖാസി. പാകിസ്ഥാനിൽ നിന്ന് ഇയാൾ കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറിയത് ഡിസംബറിലായിരുന്നു. തുടങ്ങിയ വാർത്തകളാണ് ഇന്ന് നമുക്ക് തെളിവായി പാകിസ്ഥാന്റെ മുന്നിൽ വയ്ക്കാനായി ഉള്ളത്. അതാണ് പത്രം തരികയും ചെയ്യുന്നത്. ഈ ആക്രമണാനന്തരമുണ്ടായ സുപ്രധാന സംഭവം വിഘടനവാദികൾക്ക് സുരക്ഷ പിൻവലിച്ചു. വിഘടനവാദി നേതാക്കൾ എന്ന് പറയുന്നത് അവിടെ പാകിസ്ഥാന്റെ ചാരന്മാർ എന്ന നിലയ്ക്കല്ല. വിഘടനവാദി നേതാക്കന്മാർ നാം ചില നേതാക്കളെ കാശ്മീരിൽ വിളിക്കുന്നത് ഹിതപരിശോധനയിലൂടെ കാശ്മീരിനെ എവിടെ ചേരണമെന്ന് തീരുമാനിക്കണമെന്ന് പറയുന്ന നേതാക്കളെയാണ്. അത് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ ഉന്നയിച്ചൊരാവശ്യവുമാണ്. അത്തരം നേതാക്കൾ തീവ്രവാദികളായ നേതാക്കളാണ് എന്ന് പറഞ്ഞുകൂടാ. അതവരുടെ രാഷ്ട്രീയ അഭിപ്രായം മാത്രമാണ്. ഈ വിഘടനവാദി നേതാക്കൾക്ക് അവരുടെ സുരക്ഷയെ മുൻനിർത്തി ഇന്ത്യ സുരക്ഷാ സേനയെ നൽകിയിരുന്നു കാശ്മീരിൽ. ആ സുരക്ഷാ സേനയെ ഒറ്റയടിക്ക് പിൻവലിച്ചു.
കാശ്മീരിലെ വിഘടനവാദി നേതാക്കൾക്കുള്ള സുരക്ഷാ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി മിർവായിസ് ഉമർ ഫാറൂഖ്, അബ്ദുൽ ഗനി ഭട്ട്, ബിലാൽ ലോൺ, ഹാഷിം ഖുറേഷി, ഫസൽ ഹഖ് ഖുറേഷി, ഷബീർ ഷാ എന്നിവർക്കുള്ള സുരക്ഷയാണ് പിൻവലിച്ചത്. PDPയുടെ ഓഫീസ് അടച്ചുപൂട്ടി സീല് വെച്ചു. അതും പോലീസ് ചെയ്തൊരു നടപടിയാണ്. അങ്ങനെ സീൽ വയ്ക്കുന്നതിന് പറഞ്ഞ കാരണം കാശ്മീരുകാരെ ആക്രമിക്കുന്നു, കാശ്മീരുകാർക്ക് ഉപദ്രവം വരുത്തുന്നു സൈന്യം എന്നതിനെ പ്രതിഷേധിച്ച് ജാഥ നടത്താൻ തുനിയുമ്പോഴാണ്, കാശ്മീരിൽ ജാഥ നടത്താൻ തുനിയുമ്പോഴാണ് ആ ഓഫീസ് അടച്ചുപൂട്ടിയത് എന്നും വാർത്ത വന്നിരിക്കുന്നു. അതുവഴി ഭീകരവാദികളെ ഒഴിച്ച് ബാക്കി എല്ലാ ജനഹിതങ്ങൾ പ്രകാശിപ്പിക്കുന്ന ആളുകളെയും ബുദ്ധിമുട്ടിലാക്കുന്നതിലൂടെ കാശ്മീരിന്റെ നേതൃത്വം മൊത്തത്തിൽ ഭീകരവാദികളുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് ഈ സംഭവഗതികളുടെ ഒരു മറുവശം എന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല. ശക്തമായ മുന്നറിയിപ്പുമായി CRPF, ഞങ്ങളെ ദുരുപയോഗം ചെയ്യരുത് ഒരു സൈന്യമെന്ന നിലയ്ക്ക്. സിറാജ് എന്ന പത്രം അതിൻ്റെ അവസാന പുറത്ത് ആ വാർത്ത തരുന്നു. കൊല്ലപ്പെട്ട സൈനികരുടെ വ്യാജ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെതിരായാണ് CRPF മുന്നോട്ട് വന്നിരിക്കുന്നത്. പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികരുടേതെന്ന നിലയിൽ വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി CRPF. രാജ്യം മുഴുവൻ ഒന്നിച്ചു നിൽക്കുമ്പോൾ ചില അധമന്മാർ വ്യാജ ചിത്രങ്ങൾ ഉപയോഗിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുകയാണ് എന്ന് CRPF ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴി പുറത്തേക്ക് പറഞ്ഞു. വിദ്വേഷം പടർത്താനായി പുൽവാമ സംഭവത്തെ ഉപയോഗിക്കരുതെന്ന് CRPFന്റെ മറ്റൊരു ട്വീറ്റിൽ പറയുന്നു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ കാശ്മീരികളെ ലക്ഷ്യമിടുന്നുണ്ട്. പുൽവാമയുടെ പേരിൽ കാശ്മീരി വിദ്യാർത്ഥികളെയും മറ്റും ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും CRPF ഒരു ട്വിറ്ററിലൂടെ പറയേണ്ടി വരുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു എന്നാണ് ഈ വാർത്തകൾ നമ്മോട് പറയുന്നത്. പുൽവാമയിലെ ചാവേറിനെ സ്വയം ആത്മഹത്യ ചെയ്ത് ഒരാക്രമണം സംഘടിപ്പിച്ച ചാവേർ, ആ ചാവേറിനെ 6 തവണ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. 6 തവണയും വിട്ടയക്കുകയും ചെയ്തു. മാധ്യമമെന്ന പത്രം അത് 1-ാം പേജിൽ നമുക്ക് തരുന്നു. അങ്ങനെ വിട്ടയച്ചില്ലായിരുന്നുവെങ്കിൽ 20 വയസ്സ് മാത്രം പ്രായമുള്ള ആദിൽ എന്ന ചെറുപ്പക്കാരൻ ഒരു ചാവേറാകുമായിരുന്നില്ല എന്ന് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം. മാധ്യമം തരുന്ന ആ വാർത്ത, പുൽവാമ ഭീകരനെ പിടികൂടി വിട്ടയച്ചത് 6 തവണ. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ഇന്ന് മാധ്യമമെന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്തയായി തന്നിരിക്കുന്നത് യുദ്ധത്തിൻ്റെ സന്നാഹങ്ങൾ ഇന്ത്യയിൽ ഒരുങ്ങുന്നു എന്ന നിലയ്ക്കുള്ള വാർത്തയാണ്. സത്യത്തിൽ ഇതിലും വിപുലമായ ആക്രമണങ്ങൾ, ബോംബെ ഭീകരവാദ ആക്രമണം, അതുപോലെ തന്നെ പത്താൻകോട് സൈനിക കേന്ദ്രത്തിനകത്ത് ഭീകരവാദികൾ നടത്തിയ ആക്രമണം, ഇതൊക്കെ ഉണ്ടായ കാലത്തും ഒരു യുദ്ധമുണ്ടായില്ല. അതുകൊണ്ട് ഒരു യുദ്ധമുണ്ടാകും എന്നാരും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും അതിനുള്ള തയ്യാറെടുപ്പിലേക്കാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത്. മാധ്യമമെന്ന പത്രത്തിൻ്റെ ലീഡ് വാർത്ത കാണുക. നാവിക അഭ്യാസം നിർത്തിവെച്ചു, എല്ലാത്തിനും യുദ്ധത്തിനൊരുങ്ങാൻ നിർദ്ദേശം നാവികർക്ക്. യുദ്ധക്കപ്പലുകളിൽ ആയുധം നിറയ്ക്കുന്നു. ഇന്ത്യൻ നാവികസേന നടത്തിവന്ന അഭ്യാസ പ്രകടനം പുൽവാമ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തിരമായി നിർത്തിവെച്ചു. ആയുധം നിറച്ച് സജ്ജരാകാൻ യുദ്ധക്കപ്പലുകൾക്ക് നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. അവധിയിലുള്ള നാവികസേനാ ഉദ്യോഗസ്ഥർ ഉടൻ ജോലിയിൽ പ്രവേശിക്കാൻ ഉത്തരവുണ്ട്. പുൽവാമയിൽ ഭീകരാക്രമണത്തെ തുടർന്ന് അതിർത്തിയിൽ നിലനിൽക്കുന്ന യുദ്ധസമാന സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ നടപടികൾ എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. പാകിസ്ഥാൻ ചർച്ചയ്ക്ക് ഒരുക്കമാണ്. അത് ദേശാഭിമാനിയുടെ 1-ാം പുറം വാർത്തയാണ്. ഹൂറിയത്ത് നേതാക്കളുടെ സുരക്ഷ പിൻവലിച്ചു, നീക്കം കടുപ്പിക്കുന്നു കേന്ദ്രം. ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പറയുന്നു, കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കും. മറ്റൊന്ന് ചർച്ചയ്ക്ക് ഒരുക്കമാണ്. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് ഒരുക്കമാണ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വാണിജ്യകാര്യ ഉപദേശകൻ അബ്ദുൾ റസാഖ് ദാവൂദ് അറിയിച്ചു. ലോക വ്യാപാര സംഘടനയിൽ വിഷയം ഉന്നയിക്കും. വ്യാപാര മേഖലയിൽ പാകിസ്ഥാൻ നൽകുന്ന
സൗഹൃദ രാഷ്ട്ര പദവി ഇന്ത്യ പിൻവലിച്ചതായി അറിവില്ലെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ വാണിജ്യോപദേശകൻ അബ്ദുൾ റസാഖ് ദാവൂദ് പ്രതികരിച്ചു. സൗഹൃദ രാജ്യ പദവി പിൻവലിച്ചതിന് പുറമെ പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 200% നികുതി ചുമത്താനും ഇന്ത്യ തീരുമാനമെടുത്തു. പക്ഷേ ഇതൊന്നും അവർക്ക് അറിയില്ല എന്ന നിലപാടാണ് എടുക്കുന്നത്. ഏതായാലും ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായി രംഗത്ത് വന്നപ്പോൾ, അധികാരമേറ്റപ്പോൾ ഇന്ത്യ ഒരടി മുന്നോട്ട് വെച്ചാൽ ഞങ്ങൾ 2 അടി സമാധാനത്തിലേക്ക് മുന്നോട്ട് വയ്ക്കും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ആ അവസരമൊന്നും ഉപയോഗിക്കാൻ ഇരു രാജ്യങ്ങൾക്കും അന്ന് കഴിഞ്ഞില്ല എന്ന ഒരു ദുഃഖ സത്യവുമുണ്ട്. അമിത്ഷാ വിടുവായത്തം ധാരാളം പറയുന്നയാളാണ്. ഇപ്പോൾ ഈ ജവാന്മാരുടെ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകമാകെ വിതുമ്പുന്ന സമയത്ത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും ഉന്നതനായ നേതാവായ അമിത്ഷാ തൻ്റെ വിടുവായത്തം ഒരിക്കൽ കൂടി വെളിവാക്കി. മാതൃഭൂമി അത് 1-ാം പേജിൽ സചിത്ര വാർത്തയാക്കുകയും ചെയ്തു. ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, അതുകൊണ്ട് ജവാന്മാരുടെ ത്യാഗം പാഴാവില്ല. കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ പാഴായി പോയേനെ. ഈ കഴിഞ്ഞ 55 മാസത്തെ ഭരണം മാത്രമാണ് ഇതുവരെ ഇന്ത്യയിൽ നടന്നത് എന്ന നിലയ്ക്കാണ് ഈ വിടുവായക്കാരൻ സംസാരിക്കുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ 2ആയി മുറിച്ച് ഒരു കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന രാജ്യമാക്കി മാറ്റിയ അതിശക്തമായ മുന്നേറ്റങ്ങൾ നടത്തിയ അനുഭവമുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്. അതിന് നേതൃത്വം കൊടുത്ത ഇന്ദിരാഗാന്ധി എന്ന ഉരുക്കു വനിതയെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഈ മനുഷ്യന് എന്ന് തോന്നും. തങ്ങൾ മാത്രമാണ് ശരി, തങ്ങൾ വന്നതുകൊണ്ടാണ് ശരികൾ നടക്കുന്നത് എന്ന നിലയ്ക്ക് മണ്ടൻ ആലോചനകൾ മാത്രം നടത്താൻ പ്രാപ്തിയുള്ള ഒരാളാണ് ഇയാൾ എന്ന് തോന്നും. ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് എന്നത് അപമാനകരവുമാണ്. അദ്ദേഹം പറയുന്നത് കാണുക. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. അമിത്ഷായുടെ പ്രസംഗം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം: പുൽവാമ ഭീകരാക്രമണത്തിനെതിരെ രാഷ്ട്രീയം മറന്ന് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് BJP അധ്യക്ഷൻ അമിത്ഷാ. രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ അല്ലാത്തതിനാൽ ജമ്മു കാശ്മീരിൽ പുൽവാമയിൽ 40 CRPF ജവാന്മാർ ചെയ്ത ജീവത്യാഗം പാഴായി പോവില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുരക്ഷാ വിഷയങ്ങളിൽ BJP സർക്കാർ ഒരുവിധ വിട്ടുവീഴ്ചയും കാണിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആസാമിനെ മറ്റൊരു കാശ്മീരാക്കാൻ അനുവദിക്കില്ലെന്നും ലഖിംപൂരിൽ റാലിയിൽ പ്രസംഗിക്കവേ അമിത്ഷാ പറഞ്ഞു. ഭീരുത്വം നിറഞ്ഞ ഈ പ്രവൃത്തി ചെയ്ത് പാകിസ്ഥാൻ ഭീകരരാണ്. ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ അല്ലാത്തതിനാൽ ജവാന്മാരുടെ ജീവത്യാഗം വെറുതെയാവില്ല. ഇത് BJP സർക്കാരാണ്. നരേന്ദ്രമോദി സർക്കാർ സുരക്ഷാ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട, ജവാന്മാരുടെ ത്യാഗം പാഴാവില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ, ഈ സർക്കാർ അധികാരത്തിൽ വന്ന്, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന് 55 മാസങ്ങൾ കഴിയുമ്പോൾ 890 പേരാണ്, സൈനികരാണ് അവിടെ വധിക്കപ്പെട്ടത്. ഒരു കാലഘട്ടത്തിലും ഇത്രയും സൈനികർ അവിടെ വധിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഈ വങ്കൻ വർത്തമാനങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നാം കാണണം. ഇന്ന് ജന്മഭൂമി എന്ന പത്രം അതിൻ്റെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് ഇറാൻ എന്ന രാജ്യം ഇന്ത്യക്കൊപ്പം, അതുകൊണ്ട് ആക്രമിക്കാൻ മടിക്കില്ല പാകിസ്ഥാൻ, ഇറാന്റെ മുന്നറിയിപ്പ്. 14-ാം തീയതിയാണ് കാശ്മീരിൽ ഭീകരവാദ ആക്രമണം നടന്നത് എന്ന് നമുക്കറിയാം. അതിനൊരു ദിവസം മുമ്പ് 13-ാം തീയതി ഇറാനിലും സൈനികർക്ക് നേരെ ഒരാക്രമണം ഉണ്ടായി. പാകിസ്ഥാനിൽ നിന്ന് പോകുന്ന ഭീകരവാദികളാണ് അത് ചെയ്തത് എന്ന് ഇറാൻ കരുതുന്നു. അവിടെയും സൈനികർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 27 സൈനികർ കൊല്ലപ്പെട്ടു. 2 ആക്രമണങ്ങളും ഒരേ വിധത്തിലാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സൈനിക വാഹനങ്ങളിലേക്ക് സ്ഫോടന വസ്തു നിറച്ച ചാവേർ വണ്ടി ഇടിച്ചു കയറ്റുന്ന ഒരു രീതി, അതാണ് രണ്ടും നടന്നിരിക്കുന്നത് കൊണ്ട് ഇറാനും വലിയ ആശങ്കയിലാണ്. ഇറാനും പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തുമെന്ന നിലപാടിലാണ് ഉള്ളത്. അതാണ് ജന്മഭൂമി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത്, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിഭാഗവുമായി അമേരിക്ക ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഒരു കാലത്ത് താലിബാനായിരുന്നു ഏറ്റവും വലിയ ഭീകരവാദ സംഘടനയെന്ന് നമുക്കറിയാം. ഈ ഭീകരവാദ സംഘടനയുമായി
ദീർഘനാളത്തെ യുദ്ധത്തിന് ശേഷം അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു. ആ ചർച്ചയ്ക്ക് ഇടനില നിൽക്കുന്നത് പാകിസ്ഥാനാണ്. ആ ചർച്ചയിലൂടെ അമേരിക്കൻ സൈന്യത്തെ പിൻവലിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് അമേരിക്ക നോക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന്. അതുകൊണ്ട് താലിബാനുമായുള്ള ചർച്ചയോട് എതിർപ്പ് തോന്നാനിടയുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളായിരിക്കും ഇറാനുമായും ഇന്ത്യയുമായും ഒക്കെ ഇപ്പോൾ സത്യത്തിൽ ഈ നിലയ്ക്കുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന നിലയ്ക്കുള്ള ആശയവും രംഗത്ത് വന്നിരിക്കുന്നു. ഭീകരവാദ ആക്രമണങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നതുകൊണ്ട് അതിൻ്റെ കൃത്യമായ ചിത്രം ഒരിക്കലും ലഭിക്കാറില്ല എന്നതാണ് അതുമായി ബന്ധിപ്പിച്ച നമുക്ക് കിട്ടുന്ന വസ്തുത. പാകിസ്ഥാനുമായും യുദ്ധവുമായും ഒക്കെയുള്ള ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധിപ്പിച്ച വാർത്തകൾ ഇതൊക്കെയാണെങ്കിൽ കേരളത്തിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട വാർത്ത കാസർഗോഡ് 2 കോൺഗ്രസ് പ്രവർത്തകർ വെട്ടേറ്റ് മരിച്ചു എന്നതാണ്. ആ വാർത്ത സിറാജ് എന്ന പത്രം ഒന്നാം പുറത്ത് സചിത്രമായി തരുന്നു. കാണുക, കാസർഗോഡ് 2 കോൺഗ്രസ് പ്രവർത്തകർ വെട്ടേറ്റ് മരിച്ചു. കാസർഗോഡ് പെരിയയിൽ 2 കോൺഗ്രസ് പ്രവർത്തകർ വെട്ടേറ്റ് മരിച്ചു. പെരിയാട് കല്യോട്ട് സ്വദേശികളും കോൺഗ്രസ് പ്രവർത്തകരുമായ കല്യോട്ട് കൃപേഷ്, ശരത് ലാൽ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത്. 24ഉം 21ഉം വയസ്സായ നന്നേ ചെറുപ്പക്കാരായ യുവാക്കൾ. അവരുടെ ആ മരണം ചെറുപ്പമായിരിക്കുന്നത് കൊണ്ട് തന്നെ ദാരുണമാണ്. അത് കോൺഗ്രസ്സുകാർ പറയുന്നത് CPM ആണ് ഈ അരിങ്കൊല നടത്തിയത് എന്നാണ്. CPMന്റെ ജില്ലാ ഘടകം അതിനെ നിഷേധിച്ചിട്ടുണ്ട്. ഈ വധത്തെ മുൻനിർത്തി ജില്ലാ തലത്തിൽ ഹർത്താൽ UDF പ്രഖ്യാപിച്ചിരിക്കുന്നു. ആൾ കേരള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ്സുകാർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. കേരള വിദ്യാഭ്യാസ ഹർത്താൽ KSUവും പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നിട്ടും ഇന്ന് കേരളം മുഴുവൻ ഹർത്താൽ ഉണ്ടോ എന്ന സംശയമുണ്ട്, എന്ന നിലയ്ക്കുള്ള സംശയം വരുന്നുണ്ട്. ഹർത്താൽ ഉണ്ടോ ഇല്ലയോ എന്ന് പത്രങ്ങൾ വായിച്ചാൽ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവസ്ഥയിലുമല്ല ഇപ്പോൾ വാർത്തകൾ ലഭിക്കുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. BJPക്കാരുടെയും സംഘപരിവാറിൻ്റെയും ട്രോളുകൾ നോക്കിയാൽ ഹിന്ദു ഉണർന്നാൽ എന്ന നിലയ്ക്കൊരു ട്രോൾ അവർ കുറേ നാളായി, വർഷങ്ങളായി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹിന്ദു ഉണർന്നാൽ സാധാരണഗതിയിൽ ചായ കുടിക്കും, പല്ല് തേക്കും തുടങ്ങിയ തമാശകളും അതിനെ ചുറ്റി നമുക്ക് കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ ഹിന്ദു ഉണർന്നാൽ എന്ന ആ വാക്കുകൾ തന്നെ എടുത്തുകൊണ്ട് ഇന്ന് സിറാജ് എന്ന പത്രം ഒരു ലേഖനം, യാസർ അറാഫത്ത് ഗുറായി എന്നയാൾ ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. ദി ഹിന്ദു ഉണർന്നാൽ. ഹിന്ദു ഉണർന്നാൽ എന്ന സംഘപരിവാരത്തിൻ്റെ അല്ല, ആ ഹിന്ദു അല്ല, ദി ഹിന്ദു അതൊരു പത്രമാണ്. ദി ഹിന്ദു എന്ന പത്രം ഉണർന്നാൽ എന്താണ് സംഭവിക്കുക? അതിനെ സംബന്ധിച്ച ലേഖനം കാണുക. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഹിറ്റായ ഒരു ട്രോളിൽ നിന്ന് തുടങ്ങാം. ദി ഹിന്ദു പത്രത്തിൻ്റെ ഓഫീസിൽ വന്ന് ഒരു സംഘപുത്രൻ ഉണരൂ ഹിന്ദു ഉണരൂ എന്ന് പറയുന്നു. പത്രത്തിൽ നിന്ന് റഫേൽ അഴിമതി, പ്രധാനമന്ത്രി ഓഫീസിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ എന്നിങ്ങനെ മറുപടി ലഭിക്കുന്നു. വേണ്ട, ഈ ഹിന്ദു ഉണരരുത്, ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് സംഗീത് അടിതപ്പുന്നു. ട്രോളിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ആഴ്ചയിൽ ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച വാർത്തകളാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ദേശീയ മാധ്യമ രംഗത്ത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ഇത്രമേൽ വെളിപ്പെടുത്തലുകൾ പുറത്തു കൊണ്ടുവന്ന അന്വേഷണാത്മക റിപ്പോർട്ട് വേറെയില്ല. ബോഫേഴ്സ് അഴിമതി തുറന്നു കാട്ടിക്കൊണ്ട് എഴുതിയ റിപ്പോർട്ടിലൂടെയാണ് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എൻ റാം ദേശീയ മാധ്യമ രംഗത്ത് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. റാഫേൽ ഇടപാടിൽ അദ്ദേഹം വെളിപ്പെടുത്തിയതിന് സമാനമായ സാഹചര്യമായിരുന്നു ബോഫേഴ്സ് അഴിമതി പുറത്തു കൊണ്ടുവന്നപ്പോഴുണ്ടായിരുന്നത്. ബോഫേഴ്സ് പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസും ഇന്ത്യ ടുഡേയും ഉൾപ്പെടെ എല്ലാ പ്രധാന മാധ്യമങ്ങളും ഹിന്ദുവിനൊപ്പം നിന്ന് അഴിമതിക്കെതിരെ പോരാടി. പക്ഷേ റാഫേൽ വിഷയത്തിൽ ഒറ്റയാൾ പോരാട്ടമാണ്. ഏതായാലും എൻ റാം ഇപ്പോൾ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടുകൾ രാജ്യത്തെ മാധ്യമ ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ദി ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് പക്ഷപാതപരമാണ് എന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ്റെ പ്രതികരണത്തോട് പ്രതിരോധ മന്ത്രിയുടെ ഒരു സർട്ടിഫിക്കറ്റും തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് എൻ റാം മറുപടി പറഞ്ഞത്. ഇപ്പോൾ അവർ വലിയ പ്രതിസന്ധിയിലാണ്. അതെങ്ങനെ മൂടിവെക്കാൻ ശ്രമിക്കുന്നു എന്ന ആലോചനയിലാണ്
കേന്ദ്ര സർക്കാർ എന്നും അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നു. ഈ ധീരമായ നിലപാടുകൾ മറ്റുള്ള മാധ്യമങ്ങൾ ഏറ്റെടുക്കുമോ എന്നതാണ് നിലവിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ഈ അഴിമതി ആക്ഷേപം ഒരുപക്ഷെ ഇതൊക്കെ വരുമ്പോൾ, യുദ്ധത്തിൻ്റെ ആസന്നതകളൊക്കെ വരുമ്പോൾ മറഞ്ഞു പോകുമോ എന്ന സന്ദേഹവും ജനിപ്പിക്കുന്നു ഈ ലേഖനം. ഇനി ഇന്നത്തെ ചിത്രം. മുക്രയിട്ട് പായുന്ന പോരുകാളകളെ പിടിച്ചു നിർത്തുക എന്നത് യുവത്വത്തിൻ്റെ ഒരു വീരസാഹസിക പ്രകടനമാണ് തമിഴ്നാട്ടിൽ. ജല്ലിക്കെട്ട് എന്നാണ് അതിന് പറയുക. ഈ ചിത്രം കാണുക. ഇതൊരു ജല്ലിക്കെട്ടിൻ്റെ മത്സര ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. കോയമ്പത്തൂരിനടുത്തുള്ള ചെട്ടിപ്പാളയത്തിൽ ഒരു യുവാവ് കാളയെ പിടിച്ചു നിർത്തുന്ന സാഹസികത പെരിയസ്വാമി പകർത്തി ഹിന്ദു എന്ന പത്രം ഒന്നാം പുറത്ത് തരുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ, ഗുഡ് ബൈ.